ഉരുൾപൊട്ടൽ ഒരു നാട് മുഴുവൻ നാമാവശേഷമാക്കിയിട്ട് ഇന്ന് ഒരാഴ്ച തികയുന്നു. ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കണക്ക് ഇതുവരെയായും വ്യക്തമല്ല. അതുപോലെ കാണാതായവരുടെ കണക്കും തിട്ടപ്പെടുത്താൻ ആയിട്ടില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നൂറുകണക്കിന് കുടുംബങ്ങളാണ് കഴിയുന്നത്. ഈ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇവരുടെ ഭാവി എന്ത്? ജന ഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത് ഈ ദുരന്തമുഖത്ത് വളരെ സജീവമായി സക്രിയമായി ഇടപെട്ട സന്നദ്ധ സംഘടനകളുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പ്രതിനിധികളാണ്. ഒപ്പം പരിസ്ഥിതി പ്രവർത്തകനും ഉണ്ട്. ഒപ്പം ഈ ദുരന്തത്തിന് ഇരയായ ചില കുടുംബങ്ങളും ഉണ്ട്. എന്തായാലും അവരിലേക്ക് പോകാം. ഞാൻ ആദ്യം ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട, ഒരുപാട് ബന്ധുക്കളെ നഷ്ടപ്പെട്ട സഹദേവൻ ചേട്ടൻ എന്നോടൊപ്പം ഉണ്ട്. ഞാൻ ആദ്യം അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? ഞാൻ ഓർമ്മിപ്പിക്കുന്നില്ല, ഓർത്തെടുക്കാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇതിൻ്റെ ഒരു ആഘാതം താങ്കളെപ്പോലുള്ളവർക്കാണ് പറയാൻ പറ്റുന്നത്. കാരണം മരണത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ്. അതെ അതെ അതെ. ഞങ്ങളെ തറവാട് വീടായിരുന്നു അത്. ഞങ്ങൾ ഒരു ഏട്ടൻ, ഞാൻ, എൻ്റെ അനിയൻ, എല്ലാവരും കൂടുന്നൊരു കുടുംബമാണത്. അതിലെൻ്റെ 5 പേരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ ചേച്ചി, എൻ്റെ ഏട്ടൻ, 2 കുട്ടികൾ നഷ്ടപ്പെട്ട് ഞങ്ങൾക്കിപ്പോൾ എവിടെയും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അത് മുണ്ടക്കൈയിലായിരുന്നു താമസം. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഒരു എന്തോ ആവശ്യത്തിന് ഞങ്ങൾ പോയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുട്ടികളും രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഞങ്ങളും അതിൽ പോകുമായിരുന്നു. അതിൽ ഞങ്ങളുടെ കുടുംബത്തിൽ 10-12 പേരും ഇനിയും കിട്ടാനുണ്ട്. 2 പേരെ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇതിനു വേണ്ടിയുള്ള സഹായം ചെയ്തു തരണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലാണോ കഴിയുന്നത്? അതെ, ക്യാമ്പിൽ, മേപ്പാടി ക്യാമ്പിൽ പോയപ്പോൾ ഇവിടുന്ന് തുണ്ടേ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അളിയൻ്റെ വീട്ടിലാണ് ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും അനിയനും എല്ലാവരും പാടെ നിൽക്കുന്നത്. ഇപ്പോൾ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിരവധി കുടുംബങ്ങൾ കഴിയുന്നുണ്ട്, നിരവധി പേരുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ടൗൺഷിപ്പ് പണിയും ബാക്കി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമെന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. ഇതിലെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? അർപ്പിക്കുക പറഞ്ഞാൽ പുത്തുമല ഉരുളുപൊട്ടിയിട്ടും ഇനിയും എത്രയോ പേര് അതിൽ വീട് കിട്ടാത്ത ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്. അർഹതപ്പെട്ടവരെ കയ്യിൽ എത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അങ്ങനെ കിട്ടാത്തതുണ്ട്. അവിടെ മനുഷ്യന്മാർ ജീവിക്കരുതെന്നുള്ള ഒരു ഇത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെയും ദുരന്തം ഇനിയും വരും. ഇനി അതിന് മുകളിൽ നിന്ന് പൊട്ടി വരും. അതിൻ്റെ ചുവട്ടിലാണ് ഞങ്ങൾ ഇനിയും താമസിക്കുന്നത്. ഞങ്ങൾ സ്ഥലം പോയി, വീട് പോയി, എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഞങ്ങൾ. ഈ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു? ഈ പ്രാവശ്യം തന്നിട്ടേ ഇല്ല. ഈ പ്രാവശ്യം ഒരു മുന്നറിയിപ്പും തന്നിട്ടുണ്ട്. എൻ്റെ ബാക്കിയുള്ള കുടുംബങ്ങളൊക്കെ അവിടെ കിട്ടായിരുന്നു. എനിക്ക് 52 വയസ്സായി. ഞങ്ങളവിടെ പെറ്റ് വളർന്ന് കളിച്ച് വളർന്ന എല്ലാ എൻ്റെ സഹോദരൻ, കൂട്ടുകാരന്മാർ എല്ലാവരും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഒരു മുന്നറിയിപ്പ് അങ്ങ് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നിട്ട് സമയത്തൊക്കെ അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ 2 വർഷം മുന്നേ ഞങ്ങൾ പറഞ്ഞ് പള്ളിയിലൊക്കെ താമസിച്ച ആൾക്കാരാണ് ഞങ്ങൾ. അതേമാതിരി എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് അവിടുത്തെ മെമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയാൾ പോകില്ല, ഒരിക്കലും പോകില്ല സാറേ. ഈ പുഞ്ചിരി വട്ടത്തുള്ള ചിലരെയൊക്കെ മാറ്റി പാർപ്പിച്ചു എന്ന് കേൾക്കുന്നു. തലേ ദിവസം മുകളിലുള്ള മുണ്ടക്കയിൽ ഞങ്ങളെ വിജയൻ മുണ്ടക്കയിൽ വിജയൻ എന്ന് പറയും. വിജയനാണ് പോയിട്ട് പറഞ്ഞ് കുറച്ച് ആൾക്കാരെ അവിടെ നിന്ന് മാറി, പറഞ്ഞ ആൾക്കാരെ അവിടെ നിന്ന് മാറി. വിജയൻ്റെ അറിയുന്ന അവരെ മാറ്റിയെന്നുള്ളൂ. അല്ലാണ്ട് മൊത്തത്തിലൊരു അവിടുത്തെ മെമ്പർ വന്ന് പറഞ്ഞിട്ടില്ല. പഞ്ചായത്ത് മെമ്പറാണല്ലോ പറയേണ്ടത് ആധികാരികമായിട്ട്. അത് പറഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കുടുംബത്തിന് എൻ്റെ കൂട്ടുകാരന്മാരെയും എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. എൻ്റെ ചെറിയമ്മ പോയി, ചെറിയമ്മൻ്റെ മോൻ പോയി, എൻ്റെ അമ്മായിൻ്റെ മക്കൾ പോയി. 10-12 ആൾക്കാർ നഷ്ടപ്പെടുത്തുക. അതിൽ 2-3 ആളെ കിട്ടിയിട്ടുള്ളൂ. ഇനിയും കിട്ടാനുണ്ട്. ഞാൻ എപ്പോഴും അവിടെ പോയിട്ട് അവിടെ ആൽബം കാര്യങ്ങളും ഓരോ ദിവസം പോകുമ്പോഴും ആൽബം എടുത്തിട്ട് വരും, ഫോട്ടോ എടുത്തിട്ട് വരും. അവരെ രേഖകൾ മാത്രമേ കിട്ടിയ, നമ്മളെ കുടുംബത്തിന് കിട്ടിയില്ല ഇതുവരെ ആയിട്ട്. ഞങ്ങളെല്ലാവരും കുടുംബമായി കഴിഞ്ഞ ഒരു വീടായിരുന്നു. ഞങ്ങൾ മുകളിൽ താമസിക്കും, ഏട്ടൻ അടിയിൽ താമസിക്കും, അനിയന് പുറത്ത് താമസിക്കും. അങ്ങനെ താമസിച്ച വീടായിരുന്നു. എൻ്റെ അനിയനും മക്കളും ഇത് അവിടെ ഉണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മൃതദേഹങ്ങളെങ്കിലും കിട്ടിയാൽ മതി അല്ലേ? അതെങ്കിലും കിട്ടി ഞങ്ങൾക്ക് പ്രതീക്ഷ. അത് കിട്ടിയാലെങ്കിലും ആശ്വസിക്കാം. സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ കിട്ടി അറിഞ്ഞാലും വളരെ ഉപകാരം. 2 പേരെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. അത് സങ്കടത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇനി പോകാനും ഒരു ഇടമല്ല. അവിടെ ഞങ്ങൾ പോകില്ല. ഇനി പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെയും പോകും. ആ മല ഇഞ്ഞു ഇടിയും.